നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കേരള ഭരണവും ഭരണ സംവിധാനവും എന്ന ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കമ്മീഷനുകളെ കുറിച്ചിട്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇന്ന് എടുക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ വനിതാ കമ്മീഷനുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്നാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ എന്നാണത്? 1993 അല്ലേ? അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാ ചോദിച്ചാൽ അതെന്നാണ്? 1993 ഓക്കെ, കറക്റ്റ് പറയുകയാണെങ്കിൽ 1993 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. അപ്പോൾ ഇതൊരു നിയമമാണ് അല്ലേ? അപ്പോൾ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ അത് 1993 ഒക്ടോബർ 12 മാറിപ്പോകരുത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്നാണ് ചോദിച്ചാൽ അത് 1993 സെപ്റ്റംബർ 28 അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് രൂപീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ്? 1993 തന്നെയാണ്. എന്നാണ്? മാസമാണ് മാറുന്നത് അല്ലേ? മാസവും ഡേറ്റുമാണ് മാറുന്നത്. ഒക്ടോബർ 12 ഓക്കെ, ഓർത്ത് വെച്ചേക്കണം. 1993 ഒക്ടോബർ 12. ഇനി ഈ ഒരു നിയമത്തിലെ സെക്ഷൻ 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ, ഏതാണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 3 എന്തിനെ കുറിച്ചിട്ട് പറയുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഏതാണ് സെക്ഷന്? സെക്ഷൻ 3. ഇനി ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കുക. ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളാണ് ഉള്ളത്. ആരൊക്കെയാണ്? ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ 5 സ്ഥിരാംഗങ്ങൾ ഉണ്ടായിരിക്കും. ഇനി ഈ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരിക്കണം? അല്ലേ? ദേശീയ തലത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ജഡ്ജി പദവിയിൽ അല്ലെങ്കിൽ ആ പദവി വഹിച്ചിട്ടുള്ള ആളോ ആയിരിക്കണം. ഓർത്ത് വെച്ചേക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരിക്കണം? സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ്. ഒന്നെങ്കിൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ ആരായിരിക്കണം? സുപ്രീം കോടതിയിൽ ജഡ്ജി പദവി വഹിച്ചിട്ടുള്ള ഒരാളായിരിക്കണം അല്ലെ? മുമ്പ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമേ ഈ ഒരു ചെയർമാൻ പദവി വഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഭേദഗതിയിലൂടെയാണ് ജഡ്ജിക്കും എന്ത് പറ്റുന്നുണ്ട്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനായിട്ട് ആ ഒരു പോസ്റ്റ് വഹിക്കാൻ പറ്റുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും അതുപോലെ തന്നെ ജഡ്ജിക്കും എന്തിനുള്ള അവകാശമുണ്ട്? ഇതിന്റെ ചെയർമാനാവാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ 5 സ്ഥിരാംഗങ്ങളാണ് എന്തിലുള്ളത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. അപ്പൊ ഈ 5 പേര് ആരൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ആരൊക്കെയാണ്? ഒന്നാമത്തേത് സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി. ഓക്കെ, ആരാണ് ഒന്നാമത്തെ അംഗം എന്ന് പറയുന്നത്? ഒന്നെങ്കിൽ നിലവിലെ സുപ്രീം കോടതിയിലെ ജഡ്ജി, അല്ലെങ്കിൽ ആരായിരിക്കണം? സുപ്രീം കോടതിയിൽ ജഡ്ജി പദവി വഹിച്ച മുമ്പ് ഇങ്ങനെ ഒരു സുപ്രീം കോടതി ജഡ്ജി പദവി വഹിച്ചിട്ടുള്ള ഒരാളായിരിക്കണം. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചേക്കാം. നിലവിലെ സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി പദവി വഹിച്ച മുമ്പ് എപ്പോഴെങ്കിലും സുപ്രീം കോടതിയുടെ ജഡ്ജി പദവി വഹിച്ചിട്ടുള്ള ആളോ ആയിരിക്കണം. ഇനി അടുത്തൊരു വ്യക്തി എന്ന് പറയുന്നത് ആരായിരിക്കണം? അല്ലെങ്കിൽ അടുത്തൊരു അംഗം എന്ന് പറയുന്നത് ഹൈക്കോടതിയിലെ ചീഫ് ജഡ്ജി, അല്ലെങ്കിൽ മുൻപ് ഇതുപോലെ തന്നെ ഹൈക്കോടതി ചീഫ് ജഡ്ജി പദവി വഹിച്ചിട്ടുള്ള ഒരാളായിരിക്കണം. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കാം. രണ്ട് ആൾക്കാരെയാണ് ഓർത്ത് വെക്കേണ്ടത്. ആരൊക്കെയാണ്? സുപ്രീം കോടതിയിലെ ജഡ്ജിയോ അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഹൈക്കോടതിയിലെ ചീഫ് ജഡ്ജിയോ അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജി. ഇനി ബാക്കി 3 പേരും കൂടി ഉണ്ട് അല്ലേ? മൊത്തം 5 സ്ഥിരാംഗങ്ങളല്ലേ? അതിൽ 2 പേര് ഇപ്പൊ സുപ്രീം കോടതി ഹൈക്കോടതിയിലെ ആൾക്കാരായി. ഇനി ബാക്കിയുള്ള 3 പേരെന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നല്ല അറിവുള്ള ആൾക്കാരായിരിക്കണം. ഓക്കെ, അപ്പൊ ബാക്കി 3 പേരെ ആരൊക്കെയായിരിക്കണം? മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല അറിവൊക്കെ ഉള്ള വ്യക്തികളായിരിക്കണം. ആര്? ബാക്കി 3 പേരെന്ന് പറയുന്നത്. അതിൽ ഒരാള് വനിതയുമായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം. 5 സ്ഥിരാംഗങ്ങൾ അല്ലേ? ഒരു ചെയർമാനും 5 സ്ഥിരാംഗങ്ങളാണ് ഉള്ളത്. ചെയർമാൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി പദവി വഹിച്ചോ ആളായിരിക്കണം. ഇനി 5 സ്ഥിരാംഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഒരാള് സുപ്രീം കോടതിയിലെ ജഡ്ജിയോ അല്ലെങ്കിൽ മുൻപ് എപ്പോഴെങ്കിലും സുപ്രീം കോടതി ജഡ്ജി പദവി വഹിച്ച ആളോ ആയിരിക്കണം. അതുപോലെ തന്നെ ഹൈക്കോടതി ചീഫ് ജഡ്ജിയോ അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജിയോ ആയിരിക്കണം. പിന്നെ ബാക്കി 3 പേരെന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല അറിവുള്ള വ്യക്തികളായിരിക്കണം. അതിൽ ഈ 3 പേരിൽ ഒരാൾ ആരും ആയിരിക്കണം? വനിതയും ആയിരിക്കണം. ഓക്കെ,
ഇതാണ് ഈ 5 സ്ഥിരാംഗങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഒരു 7 എക്സ് ഒഫിഷ്യോ അംഗങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ 5 സ്ഥിരാംഗങ്ങൾക്ക് പുറമെ എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ കൂടി എന്തിനുണ്ട്? നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്. എത്ര പേരാണുള്ളത്? 7 പേരാണുള്ളത്. അത് ആരൊക്കെയാണെന്ന് പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. എല്ലാ കമ്മീഷന്റെയും ചെയർപേഴ്സൺ എടുത്താൽ മതി. അതായത് ഇപ്പൊ മനുഷ്യാവകാശം കഴിഞ്ഞ പിന്നെ ആരൊക്കെ ഉണ്ട്? വനിതാ കമ്മീഷൻ ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ ഉണ്ട്, പിന്നെ ഭിന്നശേഷിക്കാർക്കുള്ള കമ്മീഷൻ ഉണ്ട്, പട്ടികജാതിക്കാർക്കുള്ള കമ്മീഷൻ ഉണ്ട്, പട്ടികവർഗക്കാർക്കുള്ളതുണ്ട്, അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള കമ്മീഷൻ ഉണ്ട്, പിന്നെ പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള കമ്മീഷൻ ഉണ്ട് അല്ലേ. അപ്പൊ ഈ കമ്മീഷന്റെ ഒക്കെ ചെയർമാൻ എടുത്തു കഴിഞ്ഞാൽ ആരായി? നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ എക്സ് ഒഫിഷ്യോ അംഗങ്ങളായി. ഓക്കെ, ആരൊക്കെയാണ് എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്? ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ, അതുപോലെ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ, ദേശീയ ഭിന്നശേഷി കമ്മീഷന്റെ ചെയർപേഴ്സൺ, അതുപോലെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർപേഴ്സൺ, പിന്നെ പട്ടികവർഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ വരുന്നുണ്ട്, ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർപേഴ്സൺ വരുന്നുണ്ട്, പിന്നെ ആരാണ്? ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാരൊക്കെ എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് ആണ്. ഓർത്ത് വെച്ചേക്കണം. അപ്പൊ കമ്മീഷനും 5 സ്ഥിരാംഗങ്ങളാണുള്ളത്. അത് ആരൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു അല്ലേ. അവരെ കൂടാതെയാണ് ഈ 7 എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ ഉള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു കമ്മീഷനിലെ ചെയർപേഴ്സണെയും മറ്റ് അംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? രാഷ്ട്രപതിയാണ് അല്ലെ. ദേശീയ തലത്തിലാണ്. അപ്പൊ ആരാണ്? രാഷ്ട്രപതിയാണ് ഇവരെയൊക്കെ നിയമിക്കുന്നത്. ഇനി എവിടെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? അത് മാനവ് അധികാർ ഭവൻ ആണ് കേട്ടോ. ഡൽഹിയിലെ മാനവ് അധികാർ ഭവനിലാണ് എന്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്? നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡൽഹിയാണ്. ഡൽഹിയിലെ മാനവ് അധികാർ ഭവനിലാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സിഇഒ ആരാണെന്ന് ചോദിച്ചാൽ അത് സെക്രട്ടറി ജനറൽ ആണ് കേട്ടോ. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സിഇഒ എന്ന് പറയുന്നത്? അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ആരാണ്? സെക്രട്ടറി ജനറൽ ആയിരിക്കും. ഓക്കെ, ഇനി ഓർത്തിരിക്കേണ്ടത് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായിട്ടുള്ള ഒരു മലയാളി വനിതയുണ്ട് അല്ലേ. അതാരാണെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് ഫാത്തിമ ബീവി ആണ് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായിട്ടുള്ള മലയാളി വനിത എന്ന് പറയുന്നത് ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി ആണ്. ഓക്കെ, ഇനി നമുക്ക് ചെയർമാനെ കുറിച്ചിട്ട് പഠിക്കാം. ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്? എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ഫസ്റ്റത്തെ ചെയർമാൻ എന്ന് പറയുന്നത്? അത് ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് അല്ലേ. ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു 2-3 ആൾക്കാരെയും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്ക്. അതായത് രണ്ടാമത് വന്ന ആളും അതുപോലെ തന്നെ മൂന്നാമത് വന്ന ആളും. ഇതൊരു പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പഠിച്ചു വെക്കാൻ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഫസ്റ്റത്തെ ആൾ ആരാണ് അല്ലെ? ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് രംഗനാഥ് മിശ്രയാണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് MN വെങ്കിടാചെല്ലയ്യാണ് കേട്ടോ. ആരാണ്? MN വെങ്കിടാചെല്ലയ്യാണ്. അതുപോലെ മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് JS വർമ്മയാണ് കേട്ടോ. ആരാണ്? JS വർമ്മ. അപ്പൊ ആ ഓർഡറിൽ പഠിക്കുക. ഫസ്റ്റ് ആരാണ്? രംഗനാഥ് മിശ്ര, പിന്നെ ഒരു വെങ്കിടാചെല്ലയ്യ വരുന്നുണ്ട്, മൂന്നാമതാണ് വർമ്മ വരുന്നത് അല്ലെ. അപ്പൊ ആരൊക്കെയാണ്? രംഗനാഥ് മിശ്ര വരുന്നുണ്ട്, വെങ്കിടാചെല്ലയ്യ വരുന്നുണ്ട്, പിന്നെ മൂന്നാമതാരാണ്? വർമ്മ വരുന്നുണ്ട്. ഇനി ചോദിക്കുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനായിട്ടുള്ള മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് KG ബാലകൃഷ്ണനാണ്. പഠിച്ചു വെച്ചേക്കണം. ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനായിട്ടുള്ള മലയാളി ചോദിച്ചാൽ അതാരാണ്? KG ബാലകൃഷ്ണനാണ് അല്ലേ. അപ്പൊ ഫാത്തിമ ബീവി എന്ന് പറയുന്നത് അതിൽ അംഗമായിട്ടുള്ള മലയാളിയാണ്. മലയാളി വനിതയാണ് ആര്? ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. ഇത് ചെയർമാനായിട്ടുള്ള മലയാളി ചോദിച്ചാൽ അത് KG ബാലകൃഷ്ണനാണ്. ഇനി നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് V രാമസുബ്രഹ്മണ്യനാണ് കേട്ടോ. ആരാണ്? V രാമസുബ്രഹ്മണ്യനാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലെ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണെന്ന് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെച്ചേക്കണം. ആരാണ്? നിലവിൽ ആരാണ്? V രാമസുബ്രഹ്മണ്യൻ. ആരാണ്? നിലവില് V രാമസുബ്രഹ്മണ്യൻ. ആദ്യത്തെ ആളാരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. രണ്ടാമത്തെ ആള് വെങ്കിടാചെല്ലയ്യ. മൂന്നാമത്തെ ആളാണ് വർമ്മ അല്ലെ. KG ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് ആരാണ്? ഈ ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനായിട്ടുള്ള ഫസ്റ്റ് മലയാളിയാണ് അല്ലെ. അപ്പൊ ഫാത്തിമ ബീവി എന്ന് പറയുന്നത് ആരാണ്?
ഫാത്തിമ ബീവി എന്ന് പറയുന്നത് മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായിട്ടുള്ള അംഗമാണ് അല്ലെ, ചെയർപേഴ്സൺ അല്ല, അംഗമായിട്ടുള്ള മലയാളി വനിതയാണ് ആര്, ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവരുടെ കാലാവധിയാണ്, ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഒക്കെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. പഠിച്ചു വെച്ചേക്കണം. എത്രയാണ് കാലാവധി? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാന്റെയും അവിടുത്തെ അംഗങ്ങളുടെയൊക്കെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് അല്ലെ. അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം വരെ എന്ത് ചെയ്യാം, ആ ഒരു പോസ്റ്റിൽ തുടരാവുന്നതാണ്. ഇനി ആ ഒരു പോസ്റ്റിന്റെ ഇടയിൽ അയാൾക്ക് 70 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു പോസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ പദവിയിൽ നിന്ന് എന്ത് ചെയ്യണം, ഒഴിയേണ്ടി വരും. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്നും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ 3 വർഷം 70 വയസ്സെന്നൊക്കെ, അല്ലെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 5 വർഷം 65 വയസ്സെന്നൊക്കെ കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കി വെക്കുക. അതായത് എപ്പോഴാണ് അയാൾ ആ ഒരു പോസ്റ്റിലേക്ക് കയറുന്നത് അത് മുതൽ അങ്ങോട്ട് 3 വർഷം വരെയാണ് അയാളുടെ ആ ഒരു പദവി, എത്ര കാലാവധി എന്ന്, പദവിയുടെ കാലാവധി എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു പ്രായം അല്ലെ, ഇപ്പൊ 70 വയസ്സാണെങ്കിൽ 70 വയസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 3 വർഷം വരെ കാത്തിരിക്കാൻ പറ്റില്ല. 70 വയസ്സ് എപ്പോഴാണ് ആവുന്നത് അപ്പം എന്ത് ചെയ്യണം, ആ ഒരു പദവിയിൽ നിന്ന് ഒഴിയേണ്ടതാണ്. അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഇനി അടുത്തത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാമാണെന്ന് ചോദിക്കാറുണ്ട് അല്ലെ. ഇവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ട്. ആ കമ്മിറ്റിയിൽ കുറച്ച് പേരുണ്ട് അല്ലെ. കമ്മിറ്റി എന്ന് പറയുമ്പോൾ കുറച്ച് അംഗങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് ഈ മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയാണ്. അപ്പോൾ ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഒന്നാമത്തെ ആള് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ഓക്കെ, ഇപ്പൊ മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളിലെ ഒന്നാമത്തെ ആളാരാണ്? പ്രധാനമന്ത്രിയാണ് അല്ലെ. അതായത് ആ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നതും ആരാണ്? പ്രധാനമന്ത്രിയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ലോകസഭയിൽ നിന്ന് ആരൊക്കെയുണ്ട്? ലോകസഭാ സ്പീക്കർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവും വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഓർഡറിൽ പഠിക്കുക. അപ്പൊ പ്രധാനമന്ത്രി ആദ്യം വരുന്നുണ്ട് അധ്യക്ഷനായിട്ട്, പിന്നെ ലോകസഭയിൽ നിന്ന് സ്പീക്കറും വരുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ പ്രതിപക്ഷ നേതാവും വരുന്നുണ്ട്. പിന്നെ രാജ്യസഭയിൽ നിന്ന്, ലോകസഭ കഴിഞ്ഞ പിന്നെ ആരെ പറയണം? രാജ്യസഭേനെ പറയണം. രാജ്യസഭയിൽ നിന്ന് ഇതുപോലെ പ്രതിപക്ഷ നേതാവ് വരുന്നുണ്ട്, പിന്നെ രാജ്യസഭയുടെ ഉപാധ്യക്ഷനും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ രാജ്യസഭയിൽ നിന്ന് ആരാണ് വരുന്നത്? രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവും വരുന്നുണ്ട്, രാജ്യസഭയുടെ ഉപാധ്യക്ഷനും വരുന്നുണ്ട്. ലോകസഭയിൽ നിന്ന് ആരാണ്? ലോകസഭാ സ്പീക്കറും ഉണ്ട്, ലോകസഭയുടെ പ്രതിപക്ഷ നേതാവും ഉണ്ട്. പിന്നെ ഓർത്തിരിക്കേണ്ട ഒരാളും കൂടിയുണ്ട്, അതാരാണ്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉണ്ട്. ഇത്രയും പേരാണ് ആ ഒരു കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. പഠിച്ചു വെച്ചേക്കണം. ഇപ്പൊ ചോദിക്കാം, മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ആര് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? പ്രധാനമന്ത്രി അല്ലെങ്കിൽ അധ്യക്ഷനായിട്ട് പ്രധാനമന്ത്രി ഉണ്ട്. പിന്നെ ലോകസഭയിൽ നിന്ന് രണ്ടാൾക്കാർ ആരൊക്കെയാണ്? ലോകസഭാ സ്പീക്കറും ഉണ്ട്, ലോകസഭയുടെ പ്രതിപക്ഷ നേതാവും ഉണ്ട്. പിന്നെ ലോകസഭ കഴിഞ്ഞ രാജ്യസഭയിലോട്ട് പോകാം. രാജ്യസഭയിൽ നിന്നും ഇതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഉണ്ട്, രാജ്യസഭയുടെ ഉപാധ്യക്ഷനുണ്ട്. പിന്നെ പുതിയൊരാൾ പറഞ്ഞില്ലേ, ആരാണ് ആള്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി. അപ്പൊ ഇത്രയും 6 പേരാണ് ഈ ഒരു കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ അധ്യക്ഷനാണ് ആര്? പ്രധാനമന്ത്രി എന്ന് പറയുന്നതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത് നോക്കാനുള്ളത് ഈ ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്തെല്ലാമാണെന്നാണ്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദിക്കാറുള്ളതാണ്. എന്തൊക്കെയാണ് ഇവരുടെ ചുമതലകൾ എന്ന് പറയുന്നത്? അപ്പൊ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, അതുപോലെ തന്നെ ജയിലുകളൊക്കെ എന്ത് ചെയ്യുക? സന്ദർശിക്കുക, അവിടുത്തെ ചുറ്റുപാടുകളൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യമൊക്കെ മനസ്സിലാക്കുക അല്ലെ. അവിടെയുള്ള തടവ് പുള്ളികളൊക്കെ അവരുടെ മനുഷ്യാവകാശ ലംഘനമൊക്കെ അവിടെ നടക്കുന്നുണ്ടോ അതൊക്കെ എന്ത് ചെയ്യുക? അതൊക്കെ കണ്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കുക. ഇതൊക്കെ എന്താണ്? ഇവരുടെ ചുമതലകൾ വരുന്നതാണ് അല്ലെ, ചുമതലകളിൽ വരുന്നതാണ്. അതുപോലെ തന്നെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉടമ്പടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? സർക്കാരിനോട് ശുപാർശ ചെയ്യാം. പിന്നെ മനുഷ്യാവകാശ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെ എന്താണ്? നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന ചുമതലകളിൽ വരുന്നതാണ്. എന്തൊക്കെയാണ്? ഒന്നാമത്തത് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുക? അന്വേഷണം നടത്തുക. അതുപോലെ തന്നെ അല്ലെ ജയിലുകളൊക്കെ സന്ദർശിക്കുക, അവിടുത്തെ തടവുകാരൊക്കെ അവരുടെ സാഹചര്യങ്ങൾ, അവർ നിൽക്കുന്ന സാഹചര്യം, അവർ എന്തെങ്കിലും തരത്തിൽ മനുഷ്യാവകാശ ലംഘനം അവിടെ നടക്കുന്നുണ്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സർക്കാരിന് അത് റിപ്പോർട്ട് ചെയ്യുക. പിന്നെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഉടമ്പടികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സർക്കാരിനെ ശുപാർശ ചെയ്യിപ്പിക്കാം. പിന്നെ ഇതുപോലെ മനുഷ്യാവകാശ മേഖലയിൽ വരുന്ന ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ട് അല്ലേ, അവരൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന ചുമതലകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതും കൂടി എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇവരുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആർക്കാണ് സമർപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനാണ് കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ ദേശീയ തലത്തിലായതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത്. ഇനി സംസ്ഥാന തലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനായിരിക്കും.
ഓക്കെ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ടൊക്കെ സമർപ്പിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം. നമുക്കൊന്നും കൂടി ഒന്ന് റിവൈസിൽ വരാം. എന്തൊക്കെയാണ് പറഞ്ഞത്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം അല്ലേ, ആദ്യം പറഞ്ഞതാണ്. അതാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്നാണ് നിലവിൽ വന്നിട്ടുള്ളത് 1993 സെപ്റ്റംബർ 28 ഓർത്ത് വെച്ചേക്കണം. സെപ്റ്റംബർ 28 ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് രൂപീകരിക്കുന്നത് 1993 ഒക്ടോബർ 12. ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ചോദിക്കുന്നത് ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്നാണ് വന്നത്? 1993 ഒക്ടോബർ 12 ആണ്. അപ്പോൾ ഏത് സെക്ഷനിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നത്? അത് സെക്ഷൻ 3 ആണ്. ഇനി അംഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ അല്ലേ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും, 5 സ്ഥിരാംഗങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഒരു 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഇനി ഇവിടെ സ്ഥിരാംഗങ്ങൾ അല്ലെങ്കിൽ ചെയർമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെയർമാൻ ആരായിരിക്കണം? ഒന്നെങ്കിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം. അതുപോലെ തന്നെ 5 സ്ഥിരാംഗങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ. 5 സ്ഥിരാംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ആള് സുപ്രീം കോടതിയിലെ ജഡ്ജിയോ അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം. പിന്നെ ഹൈക്കോടതിയിലെ ചീഫ് ജഡ്ജി അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജി. പിന്നെ ബാക്കി വരുന്ന 3 ആൾക്കാരെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല അറിവുള്ള ആൾക്കാരായിരിക്കണം. ഇനി എക്സ് ഒഫീഷ്യോ അംഗങ്ങളെ കുറിച്ച് പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. എല്ലാ കമ്മീഷന്റെ ചെയർമാൻ നിങ്ങൾ എടുത്താൽ മതി അല്ലേ. അപ്പോൾ വനിതാ കമ്മീഷൻ, അതുപോലെ ബാലാവകാശ കമ്മീഷൻ, ഭിന്നശേഷി, പട്ടികജാതി, പട്ടികവർഗം, അതുപോലെ ന്യൂനപക്ഷം, പിന്നാക്കം, ഇതിന്റെ ഈ കമ്മീഷന്റെ ഒക്കെ ചെയർപേഴ്സൺ എടുത്തു കഴിഞ്ഞാൽ ആരായി? എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി. ഇനി ഇവരൊക്കെ നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? രാഷ്ട്രപതിയാണെന്ന് ഓർത്ത് വെക്കുക. ഇനി എവിടെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് മാനവ് അധികാർ ഭവൻ ആണ് അല്ലെ. ഡൽഹിയിലെ മാനവ് അധികാർ ഭവൻ ആണ്. ഇനി ആരാണ് സിഇഒ അല്ലെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സിഇഒ ആരാണെന്ന് ചോദിച്ചാൽ അത് സെക്രട്ടറി ജനറൽ ആണ്. പിന്നെ നമ്മൾ പഠിച്ചില്ലേ ഫാത്തിമ ബീവി. ആരാണ് ഫാത്തിമ ബീവി എന്ന് പറയുന്നത്? നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായിട്ടുള്ള മലയാളി വനിത കൂടിയാണ് ആര്? ജസ്റ്റിസ് ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. പിന്നെ ചെയർമാനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത് എന്തൊക്കെയാണുള്ളത്? ഒന്ന് ഫസ്റ്റിലെ ആദ്യത്തെ ചെയർമാൻ ആരാണെന്ന് എന്തായാലും പഠിച്ചു വെച്ചേക്കണം. അതാരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. രണ്ടാമത്തെ ആളാണ് വെങ്കിടാചലയ്യ. അതുപോലെ മൂന്നാമത്തെ ആള് JS വർമ്മയാണ്. പിന്നെ മലയാളി ആയിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ അത് KG ബാലകൃഷ്ണനാണ്. ഇനി നിലവിൽ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? V രാമസുബ്രഹ്മണ്യൻ. ഇനി കാലാവധിയെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. കമ്മീഷന്റെ കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഈ ഒരു കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിലെ അംഗങ്ങളെ കുറിച്ചിട്ടാണ് അല്ലെ. അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയുണ്ട്? മെയിൻ ആയിട്ട് നമ്മുടെ അധ്യക്ഷ സ്ഥാനത്ത് ആരാണ്? പ്രധാനമന്ത്രി വരുന്നുണ്ട്. പിന്നെ ലോക്സഭയിൽ നിന്ന് ആരൊക്കെ വരുന്നുണ്ട്? സ്പീക്കർ വരുന്നുണ്ട്. അതുപോലെ പ്രതിപക്ഷ നേതാവ് വരുന്നുണ്ട്. പിന്നെ രാജ്യസഭയിലോട്ട് പോകുമ്പോൾ ആരൊക്കെയാണ്? രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവും വരുന്നു. അതുപോലെ രാജ്യസഭയുടെ ഉപാധ്യക്ഷനും വരുന്നു. പിന്നെ ഒരു കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും കൂടി ഇതിൽ ഉൾപ്പെടുന്നു അല്ലെ. ഇത്രയും 6 പേരാണ് ഈ ഒരു കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ചുമതലകൾ എന്ന് പറയുമ്പോൾ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും എടുക്കുന്നത് ആരാണ്? ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷനാണ് അല്ലേ. അതായത് ഇങ്ങനെയുള്ള ലംഘനമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ അന്വേഷണം നടത്തുക, ജയിലുകളൊക്കെ സന്ദർശിക്കുക, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടൊക്കെ സമർപ്പിക്കുക. പിന്നെ മനുഷ്യാവകാശ ഉടമ്പടികളിലെ അതുമായി ബന്ധപ്പെട്ട ഉടമ്പടികളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്യാം. ഇനി ഇതുപോലെയുള്ള സംഘടനകളൊക്കെ എന്ത് ചെയ്യാം? ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് ഈ ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന ചുമതലകളിൽ വരുന്നത്. ഇനി നമ്മൾ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ അതാർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ദേശീയ തലത്തിൽ പഠിച്ചാൽ ഇനി ആരെ പഠിക്കണം? സംസ്ഥാന തലത്തിലും കൂടി പഠിക്കണം അല്ലേ. അപ്പൊ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് നോക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പറയുന്ന സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ 21 ആണ് അല്ലേ. അപ്പൊ ദേശീയ തലത്തിലാണെങ്കിൽ സെക്ഷൻ 3 ആണ്. സംസ്ഥാന തലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരണത്തെ കുറിച്ച് പറയുന്ന സെക്ഷൻ ചോദിച്ചാൽ അത് ഏതാണ്? സെക്ഷൻ 21 ആണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അംഗങ്ങളെ കുറിച്ചിട്ടാണ്. അംഗങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളാണ്. ഇവിടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരായിരിക്കണം? ഹൈക്കോടതി അല്ലെങ്കിൽ നമ്മളിപ്പോൾ സംസ്ഥാന തലത്തിലാണ് പറയുന്നത്. ദേശീയ തലത്തിലാണെങ്കിൽ ആരായിരിക്കണം? സുപ്രീം കോടതിയുടെ കാര്യമാണ് പറഞ്ഞത്. സംസ്ഥാന തലത്തിലായതുകൊണ്ട് തന്നെ ഇതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജിയോ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ സംസ്ഥാന തലത്തിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരായിരിക്കണം? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജിയോ ആയിരിക്കണം.
ഇനി ബാക്കി 2 അംഗങ്ങൾ എന്ന് പറയുന്നത് ആരായിരിക്കണം? ഒന്ന് ഹൈക്കോടതി ജഡ്ജി. ഓക്കെ, നമ്മൾ സുപ്രീം കോടതിയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും മറ്റ് അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരാൾ ആരായിരിക്കണം? ഹൈക്കോടതിയിലെ ജഡ്ജി, പിന്നെ മറ്റൊരാൾ, 2 ആളല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ആൾ ഹൈക്കോടതി ജഡ്ജി, രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഈ ഒരു മനുഷ്യാവകാശങ്ങളെ കുറിച്ചിട്ടുള്ള അറിവുള്ള ആളായിരിക്കണം. ഓക്കെ, അപ്പോൾ ആ 3 പേരെ ഓർത്ത് വെച്ചേക്കുക. ഒന്ന് ചെയർപേഴ്സൺ ആണ്, ഒന്നാമത്തെ ആളാരാണ്? ചെയർപേഴ്സൺ ആണ്. ബാക്കി 2 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ആ 2 അംഗങ്ങളിൽ ഒരാൾ ഹൈക്കോടതി ജഡ്ജി വരുന്നുണ്ട്, പിന്നെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് അറിവുള്ള ഒരു വ്യക്തി കൂടി ആയിരിക്കണം. ഇനി ഇവിടുത്തെ ചെയർമാനെയും അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് ഗവർണറാണ് അല്ലേ. ഇപ്പൊ സംസ്ഥാന തലത്തിലായതുകൊണ്ട് തന്നെ ഇവിടെ ചെയർമാനെയും അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. എന്നാൽ ഇവരെയൊക്കെ നീക്കം ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് പ്രസിഡന്റ് ആണ് കേട്ടോ. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ സംസ്ഥാന തലത്തിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരെയൊക്കെ നിയമിക്കുന്നത് ഗവർണർ ആണെങ്കിലും അവരെയൊക്കെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കേ ഉള്ളൂ? പ്രസിഡന്റിനെ ഉള്ളൂ കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ദേശീയ തലത്തിലാണെങ്കിൽ അവരൊക്കെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആയിരിക്കും, നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ് ആയിരിക്കും. എന്നാൽ സംസ്ഥാന തലത്തിലോട്ട് വരുന്ന സമയത്ത് ഇവരെയൊക്കെ നിയമിക്കുന്നത് ഗവർണർ ആയിരിക്കും. ഇവരെ നീക്കം ചെയ്യുകയാണെങ്കിൽ അത് ആർക്കേ പറ്റുള്ളൂ? പ്രസിഡന്റിനെ പറ്റുള്ളൂ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. ഇനി കാലാവധിയെ കുറിച്ചിട്ടാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഓർത്ത് വെച്ചേക്ക, എത്രയാണ്? 3 വർഷം അല്ലേ. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഇനിയോ അടുത്തത് നമ്മുടെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ 1998 ഡിസംബർ 11 കേട്ടോ. പഠിച്ചു വെച്ചേക്കണം. എന്നാണ്? 1998 ഡിസംബർ 11. ദേശീയ തലത്തിൽ എന്താണ്? 1993 അല്ലേ. 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്. സംസ്ഥാനത്തിലാവുമ്പോൾ ഈ 3 എന്ത് ചെയ്താൽ മതി? 8 ആക്കിയാൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. 3 ഉള്ളത് എന്ത് ചെയ്യുക? 8 ആക്കിയാൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് കിട്ടും. അപ്പൊ എന്നാണ്? 1998 ഡിസംബർ 11 അന്നാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഇനി ഇവിടെയും ചെയർമാനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? MM പരീത് പിള്ളയാണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? MM പരീത് പിള്ളയാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി നിലവിൽ ആരാണ് നമ്മുടെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്? അലക്സാണ്ടർ തോമസ് ആണ് കേട്ടോ. പഠിച്ചു വെച്ചേക്കണം, ചോദിക്കുന്നതാണ്. കേരളത്തിന്റെ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിന്റെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് ചോദിച്ചാൽ നിലവിൽ ആരാണെന്ന് ചോദിച്ചാൽ അത് അലക്സാണ്ടർ തോമസ് ആണ്. ഫസ്റ്റത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? MM പരീത് പിള്ളയാണ്. ഓർത്തിരിക്കുക, ആരാണ്? MM പരീത് പിള്ള. നിലവിൽ ആരാണ്? അലക്സാണ്ടർ തോമസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചേക്കണം. ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാം ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ഒക്കെ പഠിക്കാം. ഇനി അടുത്തൊരു കമ്മീഷനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം. അടുത്തത് നമ്മുടെ വനിതാ കമ്മീഷനാണ്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ അല്ലെ. ദേശീയ വനിതാ കമ്മീഷൻ നിയമം എന്നാണെന്ന് ചോദിച്ചാൽ അത് 1990 ആണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കുക. നിയമമാണ് ചോദിക്കുന്നതെങ്കിൽ അത് 1990 ആണ്. അപ്പോൾ എന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ നിയമം വന്നത് എന്ന് ചോദിച്ചാൽ എന്നാണത്? 1990 ആണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ എന്നാണ് രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ അത് 1992 ജനുവരി 31. ഓർത്തു വെച്ചേക്കുക, ഈ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വെച്ചേക്കണം. ദേശീയ വനിതാ കമ്മീഷൻ എന്നാണ് രൂപീകരിച്ചത് 1992 അല്ലെ. ആ നിയമം എന്നാണ് ചോദിച്ചാൽ അത് 1990 ആണ്. ഇനി എവിടെയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? ഡൽഹിയിൽ തന്നെയാണ് അല്ലെ. ഡൽഹിയിലെ നിർഭയ ഭവൻ ആണ് എന്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്? ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്ക, എവിടെയാണ്? നിർഭയ ഭവൻ. ഇനി ഇവരുടെ ഒരു പ്രസിദ്ധീകരണമുണ്ട്, അതെന്താണ്? രാഷ്ട്ര മഹിളയാണ് കേട്ടോ. അതും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ചോദിച്ചാൽ അതെന്താണ്? രാഷ്ട്ര മഹിള അല്ലെ. ഇവിടെ മഹിളയുണ്ട്. എന്ത് മഹിളയാണ്? രാഷ്ട്ര മഹിളയാണ് ആരുടെ പ്രസിദ്ധീകരണം? ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം എന്ന് പറയുന്നത്. ഇനി അംഗങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ അംഗങ്ങൾ എന്ന് പറയുന്നത് 6 പേരാണ് ഈ ഒരു ദേശീയ വനിതാ കമ്മീഷനിൽ ഉള്ളത്. അതിൽ ഒരാളെന്ന് പറയുന്നത് അവിടെ ചെയർപേഴ്സൺ ആണ്. ബാക്കി 5 അംഗങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളുമാണ് എന്തിലുള്ളത്? ദേശീയ വനിതാ കമ്മീഷനിൽ ഉള്ളത്. അതിന്റെ കൂടെ തന്നെ ഒരു മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പോസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കാം. 6 പേരും അതിന്റെ കൂടെ ആരുണ്ട്? ഒരു മെമ്പർ സെക്രട്ടറി ആയിട്ട് ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ 6 പേരെന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളാണ്. അതിന്റെ കൂടെ ആരും കൂടി അഡീഷണൽ ആയിട്ട് ഒരു മെമ്പർ സെക്രട്ടറിയും ആർക്കുണ്ട്? ദേശീയ വനിതാ കമ്മീഷനിലുണ്ട്. ഇനി
ഈ അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് കേന്ദ്ര സർക്കാരാണ് കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കാം. ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് അല്ലെങ്കിൽ അവരെ നിയമിക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുന്നതൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ അത് കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാന തലത്തിലോട്ട് വരുമ്പോൾ അത് സംസ്ഥാന സർക്കാരായിരിക്കും. ഓർത്ത് വെച്ചേക്കുക. ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. ഇവരുടെ റിപ്പോർട്ടുകളൊക്കെ സമർപ്പിക്കുന്നതും ആർക്കാണ്? കേന്ദ്ര സർക്കാരിന് തന്നെയാണ്. ഇനി കാലാവധിയെക്കുറിച്ച് പറയുമ്പം ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ പോലെ തന്നെ ഇവിടെയും 3 വർഷമാണ്. പക്ഷെ എത്ര വയസ്സാണെന്ന് നിയമത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ 3 വർഷമാണ് ഉള്ളത് എന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ കാലാവധി എത്രയാണ്? 3 വർഷമാണ്. ഇനി ഇവിടുത്തെ കമ്മീഷന്റെ അധ്യക്ഷന്മാരെ കുറിച്ചിട്ട് പഠിക്കണം അല്ലെ. അപ്പൊ ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ എന്ന് പറയുന്നത് ആരാണ്? ജയന്തി പട്നായിക് ആണ്. ഓർത്ത് വെച്ചേക്ക. ദേശീയ വനിതാ കമ്മീഷന്റെ ഫസ്റ്റ് അധ്യക്ഷ എന്ന് പറയുന്നത് ആരാണ്? ജയന്തി പട്നായിക് ആണ്. ഇനി ബാക്കിയുള്ള ആൾക്കാരുടെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കട്ടോ. ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. പേരുകളൊക്കെ ഇതിലുള്ള ആൾക്കാരാണെന്നൊന്നും മനസ്സിലാക്കി വെക്കുക. ഒരു പ്രാവശ്യം ഇങ്ങനെ ഇതിൽ ഉൾപ്പെടാത്ത ആള് ആര് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ആ പേരുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇവരൊക്കെ ഇതിന്റെ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷരായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ജയന്തി പട്നായിക്കിന് എന്തായാലും പഠിച്ചു വെച്ചേക്കണം. അത് ഫസ്റ്റ് ആളാണ് അല്ലെ. ഇനി ബാക്കിയുള്ള ആൾക്കാരെ നോക്കാം. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് വി മോഹിനിഗിരിയാണ് കേട്ടോ. അപ്പൊ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിട്ടുള്ള രണ്ടാമത്തെ വ്യക്തിയാണ് ആര്? വി മോഹിനിഗിരി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആളാണ് വിഭ പാർത്ഥസാരഥി. ആരാണ്? വിഭ പാർത്ഥസാരഥി. അടുത്തത് പൂർണിമ അദ്വാനി, ദെൻ ഗിരിജ വ്യാസ്, മമത ശർമ്മ, ലളിത കുമാരമംഗലം, പിന്നെ ആരാണ്? രേഖ ശർമ്മ. ഇവരെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ആരൊക്കെയാണ്? ജയന്തി പട്നായിക് ഫസ്റ്റത്തെ ആളാണ്. പിന്നെ മോഹിനിഗിരി വരുന്നുണ്ട്, വിഭ പാർത്ഥസാരഥി, പൂർണിമ അദ്വാനി, ഗിരിജ വ്യാസ്, മമത ശർമ്മ, ലളിത കുമാരമംഗലം, രേഖ ശർമ്മ. ഓക്കെ, ഇവരൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നിലവിൽ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് വിജയ കിഷോർ രഹത്കർ ആണ് കേട്ടോ. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിലവിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെ ചോദിക്കുന്നത് പോലെ തന്നെ ചോദിക്കുന്നതാണ് എന്താ? നിലവിലെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആര് എന്ന് ചോദിക്കും അല്ലെ. ആരാണ് നിലവിലെ? വിജയ കിഷോർ രഹത്കർ ആണ് അല്ലെ. ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ് നിലവിലെ വനിതാ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ഒരു മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ മെമ്പർ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ അത് ഓർത്ത് വെച്ചേക്കുക. ഉമാ പിള്ളയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞില്ലേ മെമ്പറെ കൂടാതെ അല്ലെങ്കിൽ ചെയർപേഴ്സണും മെമ്പറേയും കൂടാതെ ഒരു അഡീഷണൽ പോസ്റ്റ് ആണ് എന്താ? മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് മെമ്പർ സെക്രട്ടറി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഉമാ പിള്ളയാണ്. ഓർത്ത് വെച്ചേക്കണം. ആരാണ്? ഉമാ പിള്ള. ഇനി ഇവരുടെ ചുമതലകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷനുള്ള ചുമതല അവർക്കുള്ള ചുമതല പോലെ തന്നെ ഇവർക്കും ഉണ്ടല്ലേ. വനിതകൾക്കും എന്തുണ്ട്? ഈ ഒരു വനിതാ കമ്മീഷനും കുറച്ച് ചുമതലകളൊക്കെ ഉണ്ട്. ഓരോന്നായിട്ട് നോക്കാം. ഒന്ന്, ഇപ്പൊ വനിതാ കമ്മീഷനാണ്, അതുകൊണ്ട് തന്നെ വനിതകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇടപെടാനുള്ള അവകാശമൊക്കെ ആർക്കുണ്ട്? ഈ ഒരു വനിതാ കമ്മീഷനുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഓരോന്നായിട്ട് നോക്കാം നമുക്ക്. ഒന്നാമത്തേത്, സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനുള്ള അധികാരവും അവകാശമൊക്കെ ആർക്കുണ്ട്? നമ്മുടെ ദേശീയ വനിതാ കമ്മീഷനുണ്ട്. ഓക്കെ, എന്താണ്? സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് സർക്കാരിന് കൊടുക്കുക. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള സാമൂഹിക സാമ്പത്തിക പദ്ധതികളുടെയൊക്കെ ആസൂത്രണത്തിൽ എന്ത് ചെയ്യുക? പങ്കാളികളാവുക അല്ലെ. ഇപ്പൊ സർക്കാർ എന്ത് ചെയ്യുന്നുണ്ടാവും? സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പല സാമൂഹിക സാമ്പത്തിക പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ പദ്ധതികളിലൊക്കെ എന്ത് ചെയ്യുക? അവരുടെ ആ ഒരു പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നതിൽ ഇവരും കൂടി ഈ ഒരു വനിതാ കമ്മീഷനും കൂടി എന്ത് ചെയ്യുക? അതിൽ പങ്കാളികളായി മാറുക. അതുപോലെ തന്നെ ഈ സ്ത്രീകളൊക്കെ തടവിൽ പാർപ്പിച്ച സ്ഥലങ്ങളുണ്ടാവും. അതുപോലെ അതായത് ഇപ്പൊ ജയിലിലൊക്കെ എന്ത് ചെയ്യാം? ആ സ്ഥലങ്ങളൊക്കെ പോയിട്ട് സന്ദർശിക്കുക. അവരുടെ ചുറ്റുപാടുകളൊക്കെ നോക്കി മനസ്സിലാക്കുക. അവരെന്തെങ്കിലും ചൂഷണത്തിനൊക്കെ ഇരയാകുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അവിടെ പോയിട്ട് നേരിട്ട് പോയിട്ട് സന്ദർശിക്കുക. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടൊക്കെ എന്ത് ചെയ്യുക? സർക്കാരിന് സമർപ്പിക്കുക. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതൊരു പ്രാവശ്യം ചോദിച്ചതാണ് പരീക്ഷയ്ക്ക്. സ്ത്രീകളുടെ അതായത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആ ഒരു മൊത്തം സമൂഹത്തിനെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിയമ നടപടികളൊക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ധനസഹായമൊക്കെ നൽകുക. ഇതൊരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇനി ധനസഹായം നൽകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം തോന്നൂലേ. അപ്പൊ അങ്ങനെ നമുക്ക് സംശയം തോന്നാതിരിക്കാൻ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓരോ ചുമതല എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക. ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ധനസഹായമൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആ ഒരു സമൂഹത്തിനെ മൊത്തം ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ നിയമ നടപടികൾ കൊള്ളുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുക? അതിന് വേണ്ട ധനസഹായമൊക്കെ നൽകുന്നത് ആരാണ്? നമ്മുടെ ദേശീയ വനിതാ കമ്മീഷനാണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ.
അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവരുടെ ചുമതലകളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ചിട്ട് ഇത്രയും കാര്യം പഠിച്ചു വെച്ചേക്കണം. ഒന്ന് റിവൈസിൽ വരാം. എന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നിട്ടുള്ളത്? അത് 1990 ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അത് ചോദിച്ചാൽ 1992 ജനുവരി 31. ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? ഡൽഹിയിലെ നിർഭയ ഭവനാണ് എന്തിന്റെ ആസ്ഥാനം? ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അവരുടെ ഒരു പ്രസിദ്ധീകരണമാണ് ഇത് രാഷ്ട്ര മഹിള എന്ന് പറയുന്നത് അല്ലെ. പ്രസിദ്ധീകരണം ഏതാണ്? രാഷ്ട്ര മഹിളയാണ്. ഇനി അംഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ 6 പേരാണ് അല്ലെ. ആരൊക്കെയാണ് 6 പേര്? ഒരു ചെയർപേഴ്സൺ എന്തായാലും ഉണ്ടാവും. അതിന്റെ കൂടെ എന്തുണ്ട്? 5 അംഗങ്ങളുണ്ട്. അതിന്റെ കൂടെ എക്സ്ട്രാ ഒരാളും കൂടി വരുന്നുണ്ട്. അത് മെമ്പർ സെക്രട്ടറി ആണ് കേട്ടോ. അത് ഈ 6 പേരിൽ ഉൾപ്പെടുന്നതല്ല. 6 പേരെന്ന് പറയുമ്പോൾ ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളാണ്. അതിന്റെ കൂടെ വരുന്ന ഒരു എക്സ്ട്രാ ആയിട്ട് വരുന്ന ആളാണ് മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത്. ഇനി ഇവരെ നിയമിക്കുന്നത് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരാണ്. ഇവരുടെ റിപ്പോർട്ടൊക്കെ സമർപ്പിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. കാലാവധി ചോദിച്ചാൽ അത് എത്ര വർഷമാണ്? 3 വർഷമാണ്. ഇനി അധ്യക്ഷന്മാരെ കുറിച്ച് പറയുമ്പോൾ അല്ലെ, ആദ്യത്തെ ആളാരാണ്? ജയന്തി പട്നായിക് ആണ്. നിലവിൽ ആരാണെന്ന് ചോദിച്ചാൽ അത് വിജയ കിഷോർ രഹത്കർ ആണ്. ഇനി ഫസ്റ്റത്തെ മെമ്പർ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് ഉമാ പിള്ളയാണ് അല്ലെ. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ദേശീയ തലത്തിൽ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കേരള വനിതാ കമ്മീഷനെ കുറിച്ചിട്ട് നോക്കാം കേട്ടോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള ഒരു കുറച്ച് പോയിന്റ് ഉണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കണം. അപ്പൊ എന്നാണ് കേരള വനിതാ കമ്മീഷൻ വരുന്നത് എന്നാ ചോദിച്ചാൽ അത് 1996 കേട്ടോ. നിയമം എന്നാന്ന് ചോദിച്ചാൽ അത് 1995 കമ്മീഷനായിട്ടാണ് ചോദിക്കാറുള്ളത്. അപ്പൊ കേരള വനിതാ കമ്മീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? 1996. ഇനി അംഗങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ 5 പേരാണ് ഉള്ളത്. ആരൊക്കെയാണ്? ദേശീയ തലത്തിൽ 6 പേരായിരുന്നു. ഇവിടെ വരുമ്പോൾ 5 പേരാണ് വരുന്നത്. 5 പേരിൽ ഒരാളാരാണ്? ചെയർപേഴ്സൺ ആണ് അല്ലെ. ബാക്കി 4 പേരാണ് മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെയും ആരുണ്ട്? ഒരു മെമ്പർ സെക്രട്ടറി വരുന്നുണ്ട് അല്ലെ. അപ്പൊ അംഗങ്ങളെ കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി പോസ്റ്റും കൂടി എവിടെ വരുന്നുണ്ട്? വനിതാ കമ്മീഷനിൽ വരുന്നുണ്ട്. അപ്പൊ കേരള വനിതാ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് എത്ര പേരാണ്? 5 പേരാണ്. ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളുമാണ്. അതിന്റെ കൂടെ ഒരു മെമ്പർ സെക്രട്ടറിയും ഉണ്ട്. ഇനി കാലാവധി എന്ന് പറയുന്നത് ഇവിടെ 5 വർഷമാണ് കേട്ടോ, 3 വർഷമല്ല. ഇവിടെ കേരള വനിതാ കമ്മീഷന്റെ കാലാവധി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എത്ര വർഷമാണ്? 5 വർഷമാണ്. അത് ഓർത്ത് വെച്ചേക്കാം. മറ്റോടത്ത് എത്രയാണ്? ദേശീയ തലത്തിലാകുമ്പോൾ 3 വർഷമാണ്. ഇവിടെ കേരളത്തിലായതുകൊണ്ട് ഇവിടെ എത്ര പേരാണ്? അല്ല, എത്ര വർഷമാണ്? 5 വർഷമാണ് കേട്ടോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ കമ്മീഷൻ പഠിക്കുമ്പോഴും ഇതുപോലെ വർഷങ്ങളും ഈ കാലാവധിയും അംഗങ്ങളൊക്കെ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക? നോട്ട് എഴുതി പഠിക്കുക. എല്ലാ കാര്യങ്ങളും എഴുതാതെ ഇങ്ങനെ ഒരേപോലെ ചോദിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അംഗങ്ങൾ, വന്ന വർഷം, അതുപോലെ തന്നെ കാലാവധി, അതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കള്ളി വരച്ചിട്ട് എഴുതി വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്ക് എന്ത് ചെയ്യാൻ? മാറിപ്പോകില്ല. ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരും അല്ലേ, 5 ആണോ 6 ആണോ എന്നൊക്കെ സംശയം വരും. ഏറ്റവും നല്ലത് എന്താ? ഒരു ബോക്സ് ആക്കിയിട്ട് അല്ലെങ്കിൽ എന്തൊരു ടേബിളിൽ എന്ത് ചെയ്യുക? ഓരോ കോളം കൊടുക്കുക, ഓരോ കമ്മീഷന്റെ പേര് കൊടുത്തിട്ട് അതിൽ ഓരോന്ന് എന്നാ വന്നത്, അല്ലെങ്കിൽ അതിൽ എത്ര അംഗങ്ങളുണ്ട്, അതുപോലെ കാലാവധി, അതൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒറ്റത് പഠിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ചെയർപേഴ്സണെ കുറിച്ചിട്ടാണ് അല്ലേ. നമ്മുടെ കേരള വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? സുഗതകുമാരിയാണ് അല്ലേ. ഓർത്ത് വെച്ചേക്കണം. കേരള വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആരാണ്? സുഗതകുമാരിയാണ്. നിലവിൽ ആരാണ്? അതും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പി സതീദേവിയാണ് അല്ലേ. അപ്പൊ നിലവിലെ കേരള വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? പി സതീദേവിയാണ്. ഇനി ഓർത്തിരിക്കേണ്ടത് ഇവർക്കും ഒരു പ്രസിദ്ധീകരണം ഉണ്ട് അല്ലേ. ഇപ്പൊ ദേശീയ തലത്തിൽ രാഷ്ട്ര മഹിളയാണെങ്കിൽ സംസ്ഥാന തലത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ ഈ ഒരു വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം എന്ന് ചോദിച്ചാൽ അത് സ്ത്രീ ശക്തിയാണ്. എന്താണ്? സ്ത്രീ ശക്തിയാണ്. ആരുടെ പ്രസിദ്ധീകരണം? കേരള വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം നമ്മുടെ കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചേക്കണം. ഫസ്റ്റ് തന്നെ എന്താണ്? ആ ഒരു കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത് അത് ചോദിക്കുന്നതാണ്. എന്നാണ്? 1996. നിയമം 1995 കൂടി ഓർത്ത് വെച്ചേക്കുക. ഇനി അംഗങ്ങളെ കുറിച്ചിട്ടാണ്. അംഗങ്ങൾ എത്ര പേരാണ്? 5 പേരാണ്. അതിലൊരു ചെയർപേഴ്സണും 4 അംഗങ്ങളുമാണ്. പിന്നെ ആരാണ് വരുന്നത്? ഒരു മെമ്പർ സെക്രട്ടറിയാണ് വരുന്നത് അല്ലെ. ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അതുപോലെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? ഫസ്റ്റത്തെ ചെയർപേഴ്സൺ സുഗതകുമാരിയും നിലവില് പി സതീദേവിയുമാണ്. ഇവരുടെ പ്രസിദ്ധീകരണം ചോദിച്ചാൽ അത് ഏതാണ്? സ്ത്രീ ശക്തിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഇന്ന് പറഞ്ഞിട്ടുള്ള 2 കമ്മീഷനെ കുറിച്ചിട്ടും ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒക്കെ ഓരോ പ്രാവശ്യമായിട്ട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ ഒന്നും സ്കിപ്പ് ചെയ്യാതെ എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പൊ അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ താങ്ക് യു.